ഞാൻ 2 ഘട്ടങ്ങളിലായിട്ടാണ് എൽദോസ് സാറിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന് 2003, പിന്നെ 2022. 2022 ശേഷം ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തുടരുന്നുണ്ട്. ഇപ്പം ഞാൻ മറ്റുള്ള ഓഫീസിൽ നിന്നും വ്യത്യസ്തമായിട്ട് എൽദോസ് സാറിൽ കണ്ടുള്ള പ്രത്യേകത അദ്ദേഹത്തിൻ്റെ കോടതിയിലെ പ്രസൻറ്റേഷൻ്റെ രീതിയാണ്. പിന്നെ ആ എവിഡൻസ് എടുക്കുന്ന രീതിയും ഒരു വ്യത്യസ്തമായ രീതിയാണ്. അതെടുത്ത് പറയേണ്ട, അതാണ് അദ്ദേഹത്തിൻ്റെ ആ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ആ രീതികളാണ്. അതൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ, ഞാൻ വക്കീൽ കൗൺസിലാണ്, 45 വർഷമായിട്ട് വക്കീൽ കൗൺസിലായിട്ട് ഞാൻ ജോലി ചെയ്തു വരുന്നു. ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, എൽദോസ് സാറിൻ്റെ കൂടെയും ജോലി ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ പ്രശസ്തനും തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. 2001 മുതൽ 2006 വരെയാണ് ഞാൻ സാറിൻ്റെ ഓഫീസിലുണ്ടായിരുന്നത്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഹൈക്കോടതിയിലൊരു ഫ്രീലാൻസ് ക്ലർക്കാണ്. ഏകദേശം 10-20ഓളം വക്കീലന്മാരുടെ വർക്ക് എന്നെ ഏൽപ്പിക്കുന്നുണ്ട്. അതിനൊരു കരുത്തും ഊർജവും എല്ലാം എനിക്ക് കിട്ടിയിരിക്കുന്നത് സാറിൻ്റെ ഓഫീസിൽ നിന്നുകൊണ്ടാണ്. സാറിൻ്റെ ആ ഒരു വൈബ്രൻറ്റ് ഡൈനാമിക് ആ ഒരു സംഭവം നമ്മളിത് എടുത്തു പറയേണ്ടതാണ്. കാരണം ചിലപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരത്തായിരിക്കും, ചിലപ്പോൾ പെട്ടെന്നൊരു കാര്യം പറഞ്ഞാലും നമ്മളും അതിന് ഒപ്പത്തിനൊപ്പം നമ്മൾ നിൽക്കുകയും ചെയ്യും. ഒരു ദിവസം വൈകുന്നേരം ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് സാറ് പെട്ടെന്ന് പറയും നമുക്ക് പെട്ടെന്ന് തന്നെ പറവൂർ പോകണം. അന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ കേസുകളൊക്കെ ഒരുപാട് കൈകാര്യം ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ കുറേ മത്സ്യത്തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ജാമ്യം എടുക്കണം എന്നും പറഞ്ഞുകൊണ്ട്, അപ്പോൾ തന്നെ ക്ഷീണിതനാണ് എങ്കിൽ പോലും സാർ അപ്പം തന്നെ, സാറിനൊരു അംബാസഡർ കാറാണ് ഉണ്ടായിരുന്നത്. ആ കാറിൽ ഞങ്ങളെല്ലാവരും കൂടി പരിവാര സമേതം വടക്കം പറവൂർ, നോർത്ത് പറവൂർ ചെന്ന് ആ കാര്യങ്ങളെല്ലാം നടത്തി വിജയകരമായിട്ടാണ് ഞങ്ങൾ പോരുന്നത്. ആ ഒരു രീതിയാണ് സാറിൻ്റെ ഓഫീസിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. കൂടുതലായൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ഇനിയും സാറിൻ്റെ ഓഫീസിൻ്റെ സുവർണ ജൂബിലിയും ആഘോഷിക്കാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാറിനും സാറിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.